നമസ്കാരം ഫ്രണ്ട്സ്. കോഴിക്കോട് KSEB ഫാസ്റ്റ് ചാർജിങ്ങിൽ വണ്ടികളൊന്നും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് EV യൂസേഴ്സ് എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളത്. നമസ്കാരം. ഹായ്, നമസ്കാരം. എൻ്റെ പേരെന്താ? നിതീഷ് അല്ലേ? സുരേന്ദ്രൻ അല്ലേ? എൻ്റെ പേരെന്താ? നിതിൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഇവരുടെ വണ്ടികളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൂന്നും നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ. ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾ ചാർജ് ചെയ്യാൻ വന്നായിരിക്കും. അതെ. എന്നിട്ടിപ്പോൾ എന്താ ആക്ച്വലി സംഭവം എന്താണെന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഇത് ഇപ്പോൾ KSEBയുടെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ KSEBയുടെ ചാർജിങ് സ്റ്റേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ചാർജ് ചെയ്യുന്ന ആളുകളാണ്. കാരണം നമുക്ക് സാമ്പത്തിക ലാഭം, അതായത് മറ്റ് ചാർജിങ് സ്റ്റേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ KSEBയിലാണ് താരിഫ് കുറവ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 5-6 GBT ചാർജറുകളുണ്ട്. ഇതൊരു തരം ചാർജിങ് മെഷീനാണ്. പക്ഷേ ഈ രീതിയിലുള്ള മെഷീനുകൾ നമുക്ക് ഇത് നോക്കൂ, ഈ പ്ലഗ് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള പ്ലഗുകളല്ല. ഓക്കെ, അതിൻ്റെ ഒന്ന് കാണിക്കുക. അതെ, ഇതാണ് ഇപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ. അതായത് ഒരു 6ഓളം മെഷീനുകളിൽ ഈ ചാർജിങ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം പോലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏത് വാഹനമാണെങ്കിലും, ഇലക്ട്രിക് കാറുകളാണെങ്കിലും എല്ലാം CCS2 പ്ലഗുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ നമുക്ക് ലഭ്യമല്ല. നിർഭാഗ്യവശാൽ നമുക്കൊരു വാഹനം ഇവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഇപ്പം ഈ ഇതുപോലെയുള്ള GBT ചാർജിങ് മെഷീനുകൾ അല്ലെങ്കിൽ ഈ കണക്ടറുകൾ നമുക്ക് യൂസ്ഫുൾ അല്ല. അപ്പോൾ ഇതുപോലെ GBT ചാർജിങ് മെഷീനുകൾ മാത്രമുള്ള 3 ചാർജിങ് സ്റ്റേഷനുകൾ KSEBയുടെ ഈ കോഴിക്കോട് തന്നെയുണ്ട്, കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള CCS2 ഗണ്ണുകളാണ് നമ്മൾ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടത്. അതായത് ഇപ്പോൾ ഉള്ള EV യൂസേഴ്സിൻ്റെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടത്. പക്ഷേ അത് ലഭ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അത് KSEB അഡ്രസ്സ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിതിൻ ബ്രോ, ഇത് KSEBയുടെ ചാർജിങ് സ്റ്റേഷൻ ആണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം KSEBിനെ അറിയിച്ചപ്പം അവർ ആക്ച്വലി എന്താ പറഞ്ഞത്? ഓക്കെ, ഇതിപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട്ടൂർ KSEBയുള്ള ചാർജിങ് സ്റ്റേഷനിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിയേരിയുള്ള ചാർജിങ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കയ്യിലില്ലായിരുന്നു. അതിനുശേഷം അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് KSEB പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാക്കിയത്. ആൻഡ് അവർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2018 വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഒരു ഓർഡറാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ വേറെ കുറച്ച് ഡോക്യുമെൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന രീതിയിൽ KSEB പറയുന്ന രീതിയിലുള്ളത് 2018 ഈ പറഞ്ഞ മാനദണ്ഡം പ്രകാരം അത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2019 ഒക്ടോബർ 1 വേറെയൊരു ഇത് വന്നിട്ടുണ്ട്. ഇതേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് പവറിന് ഒരു ഡയറക്റ്റീവ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവേണ്ടത്, ചാർജിങ് സ്റ്റേഷൻസിൽ ഏതൊക്കെ ചാർജിങ് കണക്ടേഴ്സ് ആണ് വേണ്ടതെന്ന്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടു, ഇപ്പോൾ 5 എണ്ണം GBT ചാർജേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ 2019 പ്രത്യേകം പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇത് ഫിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ചാർജറിൽ ഏത് ചാർജറിന്റെ കോമ്പിനേഷൻസോ നമുക്ക് വെക്കാമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്നതിൽ അത് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനത്തെ വേണമെന്നായിരുന്നു. അത് പക്ഷെ മാറ്റി, ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ പറഞ്ഞ കണ്ടീഷൻ. പക്ഷേ ഇപ്പോൾ KSEB ഇപ്പോൾ 2020 അതിൻ്റെ ടെൻഡർ ആബ്സ്ട്രാക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് 2020 ആണ് ഈ ടെൻഡറിൻ്റെ കാര്യം പറയുന്നത്. അതിനകത്താണ് ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ഉണ്ടാക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാനദണ്ഡം പ്രകാരമാണല്ലോ. അപ്പോൾ അത് പ്രകാരം ഈ ചാർജസ് വെക്കേണ്ട കാര്യമില്ല. അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ഉറപ്പായിട്ട് ഇത് വെക്കണം എന്നുള്ളൊരു സംഭവം ഇല്ല. എന്നിട്ടും ഇത് വെച്ചു. ഇത് വെച്ചിരുന്നെങ്കിൽ തന്നെ ഇത് യൂസബിൾ ആയിട്ടുള്ള ഒരു ചാർജർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർജേഴ്സ് വെച്ചിട്ട് ചാർജ് ചെയ്യുന്ന കാറുകൾ നാട്ടിൽ ഇപ്പം ഇല്ലാന്ന് തന്നെ പറയാം. പുതുതായിട്ട് വരുന്ന ഒരു കാറുകളും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല, ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ടാറ്റയുടെ കാറാണ്. ഇപ്പം MGയുടെ EVs ഉണ്ട്, പിന്നെ ഹ്യുണ്ടയുടെ EVs ഉണ്ട്. പിന്നെ ഏത് കാറിൻ്റെ EV എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡ് എന്നല്ല, ഒരു ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ CCS2 ആണ്. CCS2 എന്നുള്ള
ചാർജിങ് കണക്ടറാണ്. അതിൽ ഇത് കമ്പാറ്റബിളും അല്ല, അതിപ്പോൾ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ, കമ്പാറ്റബിളും അല്ല, അത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, അതായത് കേരളത്തിൽ KSEB ഇൻസ്റ്റാൾ ചെയ്തതിൽ 132 GBT ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷനാണത്. അതിപ്പം കണ്ടതോടെ ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലല്ല. അപ്പം നമ്മൾ KSEBനെ ഇതിനെപ്പറ്റി അറിയിച്ചതാണ്, ഇത് യൂസ്ഫുൾ അല്ല എന്നുള്ള കാര്യം അറിയിച്ചതാണ്. അത് മാത്രമല്ല ഇവിടെ തന്നെയുള്ള ആൾക്കാർ, ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുന്നതുമാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ അടുത്തു നിന്നുള്ള സമീപനം അങ്ങനെ തന്നെയാണ്. അവരുടെ അടുത്ത് മുകളിലോട്ട് അതിൻ്റെ ഡയറക്റ്റീവും കാര്യങ്ങളും ഡിറക്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റും കാര്യങ്ങളും പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ടൈം ഈ ചാർജിങ് സ്റ്റേഷൻ തന്നെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് നമ്മളൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ വേറൊരു ചാർജിങ് സ്റ്റേഷൻ പുതുപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു. അതും വലിയ രീതിയിൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും ഇതേപോലെ തന്നെ മെഷീൻസ് ആണ് ഉള്ളത്. ഇവിടെ ഈ 5 മെഷീൻസ് ഉള്ള പോലെ അവിടെ അതുമാതിരി തന്നെയാണ്. അത് ആണെങ്കിൽ യൂസബിൾ അല്ല. അപ്പം നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു എഫക്റ്റും ഉണ്ടായി. അപ്പോൾ അവിടുന്ന് അധികൃതരെ അറിയിച്ചതിൻ്റെ ഇതായിട്ട് അവർ പറഞ്ഞു, ഇവിടെ ഇങ്ങനത്തെ മെഷീൻ്റെ കൂടെ ഒരു CCS2, അതായത് ഇപ്പോൾ യൂസബിൾ ആയിട്ടുള്ള ഒരു ചാർജിങ് മെഷീനും കൂടെ വെക്കാമെന്ന്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥലം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഇനി ഒരു മെഷീൻ വെക്കാനുള്ള ഫിസിക്കലായിട്ട് വലിയൊരു സ്ഥലമൊന്നുമില്ല. ഈ 5 മെഷീൻ വെച്ചത് തന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ തന്നെ 5 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാൻ ഫിസിക്കലി സ്ഥലത്തിന് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് പറ്റുമില്ല. പിന്നെ അത് മാത്രമല്ല, അതൊരു ഫണ്ടിൻ്റെ ഒരു വേസ്റ്റേജ് മാത്രമാവുകയാണ്. ഇത്രയും 5 എണ്ണം യൂസ് ചെയ്യാത്ത ഒരു മെഷീനുകൾ ഇങ്ങനെ വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു യൂസ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക് മണി വേസ്റ്റഡ് ആയി പോവാണ് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഐഡിയൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെഷീൻ മാറ്റിയിട്ട് ഇത് ഏറ്റവും ലോ കോസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇത് റെട്രോഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ GBTൻ്റെ ചാർജിങ് ഗണ്ണും ഇതിനകത്തുള്ള കുറച്ച് കോമ്പണൻസ് മാറ്റി കഴിഞ്ഞാൽ ഇത് CCS2ലേക്ക് മാറ്റാൻ പറ്റും. ഈ 5 എണ്ണം ഉള്ളതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇത്രയും പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനാണ്. KSEBയുടെ ലൊക്കേഷൻസ് ഓൾമോസ്റ്റ് എല്ലാം വളരെ പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇത് NH അല്ല, പക്ഷേ NHൻ്റെ സൈഡിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത്രയും നല്ല പാർക്കിംഗ്, ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ KSEBയുടെ ആവുന്ന സമയത്ത് അവരുടെ റെസ്റ്റ് റൂമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തുള്ള മേ ബി ഇപ്പം ചാർജ് ആവാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. അങ്ങനത്തെ പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനിലൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ യൂസ്ഫുൾ അല്ലാത്ത മെഷീൻസ് വെക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനാണ്. അപ്പം ഇത് അന്വേഷിച്ച് ആൾക്കാരൊക്കെ വരും ഇവിടെ ചാർജ് ചെയ്യാൻ. ഇപ്പോൾ എമർജൻസി ഒക്കെ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ബിക്കോസ് ഈ ചാർജേഴ്സ് യൂസ്ഫുൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ നിയറസ്റ്റ് ചാർജർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ നമ്മൾ പോകണം. ഹൈലൈറ്റ് മോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എമർജൻസി കേസിൽ അവിടേക്ക് പോകുന്ന ട്രാഫിക് കണ്ടീഷൻസ് ഇവിടെ ഉള്ളവർക്ക് അറിയാം, അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകണം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എഗെയിൻ എല്ലാത്തിനും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം വേസ്റ്റായി പോകുന്നതിൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ കുറേ തലത്തിൽ അതിൻ്റെ എഫക്ട്സ് ഉണ്ട്. സുരേന്ദ്രേട്ടൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ? തൊട്ടേ ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വീട്. അല്ല, അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ. അന്നേരം എനിക്കൊരു കാറുണ്ട്, ഈ iMAX ലേറ്റസ്റ്റ് നെക്സോണിൻ്റെ. ഓക്കെ. അതെടുത്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇവിടെ വരുന്നുണ്ടല്ലോ, നല്ല ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം ഇതിൻ്റെ കൂടെയായിരുന്നു കണ്ണൂർ ഉദ്ഘാടനം, ഉള്ളിയേരി. അന്നേരമാണ് നമ്മളിത് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ആളുകൾ പറയുന്നത് ഇതിൽ നമ്മൾ ഇവിടെ ഇറങ്ങുന്ന ഒരു കാറിനും ചാർജ് ചെയ്യാൻ പറ്റാത്ത ഫാസ്റ്റ് ചാർജർ ആണെന്ന് ഇവിടെ. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ ഗണ്ണും നമ്മളെ ഇവിടുത്തെ ഇതും തമ്മിൽ കമ്പാറ്റബിൾ അല്ല. ഫിറ്റ് ആവില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ്, ഇത് നോക്കിയാൽ മതി. അതിന്റെ കൂടെ തന്നെ അതെ ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്നത്. ഇത് സാധാരണക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആളുകൾ വിചാരിക്കുക ഇവിടെ നന്നായിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലാണെന്നാണ്. പക്ഷെ ഇത് നമ്മളിപ്പം ഇതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പുതുപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്തപ്പം വലിയൊരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ജനങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി, മീഡിയയിലൊക്കെ വന്നു തുടങ്ങി. ഇത് എത്രയും വേഗം പരിഹരിക്കുന്ന അന്ന് മന്ത്രി പറഞ്ഞതായിട്ട് പേപ്പറിൽ കണ്ടു. ഇത്രയും നല്ലൊരു പ്രൈം ലാൻഡാണ് വെള്ളിപറമ്പിൽ, മീഡിയ വണ്ണിൻ്റെ അടുത്തായിട്ട്. എത്രയും വേഗം ഇത് നന്നായിട്ട് റീപ്ലേസ് ചെയ്യണമെന്നാണ്
ഒരു യൂസർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അപ്പം വേറെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചത്, രസകരമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ചാർജേഴ്സ് പഴയ വണ്ടികൾക്ക് കുറച്ചെണ്ണത്തിന് കമ്പാറ്റബിൾ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വണ്ടികൾ വളരെ കുറവാണെന്നുള്ളത് മാത്രമാണ്. അപ്പം എനിക്ക് അറിയാവുന്നതിൽ ഒന്ന് നമ്മുടെ പഴയ ഈ വെറീറ്റോ, മഹീന്ദ്രയുടെ വെറീറ്റോ ഉണ്ട്, ഈ വെറീറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇറങ്ങുന്നില്ല, പണ്ടുള്ളത്. അപ്പോൾ അങ്ങനത്തത്. പിന്നെ ടാറ്റയുടെ നാനോൻ്റെ ഒരു EV വേർഷൻ ഉണ്ട്. അത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരു 500 എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിൽ പേഴ്സണലി എനിക്ക് ആരും അറിയില്ല അങ്ങനെയുള്ളത്, അങ്ങനെ കാണാറുമില്ല. അപ്പം അത് തന്നെ അതിവിടെ വരുവാണെങ്കിൽ ഇത് വെച്ച് ചാർജ് ചെയ്യാമെന്നാണ് ക്ലെയിം. ഇതിൻ്റെ നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സ്കാൻ കോഡ് ഈ സ്കാൻ QR എന്നുള്ള കോഡ് എടുത്തിട്ട് അവിടെ ഒരു കോഡ് സ്കാൻ ചെയ്യാണ് വേണ്ട. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഒരു ഈ വെറീറ്റോ വന്നു. അപ്പോൾ നമ്മൾ ഈ ആപ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇത് കൊടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സ്കാൻ കോഡ് QR കോഡ് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ, ചാർജർ നോട്ട് അവൈലബിൾ, പ്ലീസ് ട്രൈ അഗെയിൻ ഡേറ്റ്. അത് തന്നെയാണ് വരുന്നത്. അത് ഞങ്ങൾ അന്നും ഇവിടെ വന്നിരുന്നു. അത് തന്നെ അവരുടെ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് സത്യം. ഇൻ കേസ് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി വിരളമായിട്ട്, വളരെ വിരളമായിട്ടേ വരാൻ ചാൻസസ് ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി വരുവാണെങ്കിൽ തന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത് ജസ്റ്റ് ഒരു 3-pin സോക്കറ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു പവർ പ്ലഗിന്റെ, നമ്മൾ പവർ പ്ലഗ് എന്ന് പറയുമല്ലോ, പവർ പ്ലഗ് കണക്ട് ചെയ്യുന്ന ഒരു സോക്കറ്റ് മാത്രമാണ്. ഇത് സ്ലോ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമസ്കാരം. ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളിവിടെ താമസിക്കുന്ന ആളാണോ? ഞാൻ ഇതിനടുത്ത് ഫറക്കോളേൻ്റെ അടുത്ത് താമസിക്കുന്നു. ഫറക്കോളേൻ്റെ അടുത്ത് താമസിക്കുന്നത്. ഇവിടുന്ന് ചാർജ് ചെയ്യാറുണ്ടോ? ഇവിടുന്ന് ചാർജ് ചെയ്തില്ല, പക്ഷേ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഒരു അഭിപ്രായം ഉണ്ട്. അതെ അല്ലേ? അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയത്? ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം വന്നിട്ട് എന്താണ് അതിന് രണ്ടാമത് ചാർജ് ചെയ്യാൻ തുടങ്ങിയോന്ന് ആൾക്കാർ കുറേ വണ്ടി കണ്ടപ്പോൾ കുറേ വണ്ടി കണ്ടപ്പോൾ ഞാൻ തിരിച്ചതാണ്. ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അല്ല, ഞങ്ങൾ ഈ ഒരു ഇഷ്യൂ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ. ഈ ചാർജ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾ വന്നിട്ട് തിരിച്ചു പോകുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ നോക്കൂ, എല്ലാം ഓറഞ്ച് കളറിലുള്ള കേബിളുകളാണ് ഇവിടെ കാണുന്നത്. ഈ ഓറഞ്ച് കളർ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കുകുത്തി ചാർജിങ് സ്റ്റേഷൻ ആണെന്നും നമ്മൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അത്തരത്തിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ കയറിയിട്ട് സമയം കളയരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. KCBയോട് ആണ് അടുത്ത അപേക്ഷയുള്ളത്. ഇത്തരത്തിലുള്ള ഈ GBT കണക്ടറുകൾ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗമുള്ള CCS2 കണക്ടറുകൾ സ്ഥാപിക്കണം എന്നാണ് KCB അധികാരികളോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഓറഞ്ച് കേബിളുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, എവിടേക്കാണ് ഈ ഓറഞ്ച് കേബിൾ ഉള്ളതെന്നുള്ളത്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. അപ്പോൾ കാണാമെന്നാലോ. എന്നാൽ ശരി ബ്രോ. സന്തോഷം. ആയിക്കോട്ടെ. ശരി, ബൈ.